മലയാളി അറബ് ലോകത്തേക്ക് ചേക്കേറിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. എങ്കിലും നല്ല ആത്മബന്ധങ്ങൾ രൂപപ്പെടുത്താൻ മലയാളിക്കും അറബിക്കും സാധിച്ചിട്ടില്ല. ഇതിന് ചില അപവാദങ്ങളുണ്ടാവും. എന്നാൽ ബഹ്റൈനിൽ നിന്നുള്ള ഈ കഥ വ്യത്യസ്തമാണ്. പരസ്പര ബന്ധത്തിന്റെ ആഹ്ലാദകരമായ ആ അനുഭവത്തിലേക്ക് കോഴിക്കോട് ജില്ലയിലെ മണിയൂർ കുന്നത്തുകര എന്ന ഗ്രാമത്തിലെ ഒരു കല്യാണ വീടാണിത്. ഈ കല്യാണം കൂടാൻ ബഹ്റൈനിൽ നിന്നെത്തിയത് ഡസനിലേറെ അറബികൾ. അതിഥികളായെത്തിയ അറബികൾ വിരുന്നുകാരായി മാറി നിൽക്കുകയല്ല. നാട്ടുകാരായ അതിഥികളെ സ്വീകരിക്കാനും മധുരം വിളമ്പാനുമെല്ലാം ഈ അറബികളുണ്ട്. ഗൾഫിലെ ഏതെങ്കിലും വമ്പൻ വ്യവസായ പ്രമുഖന്റെ വീട്ടിലെ കല്യാണമാണിതെന്ന് തോന്നിയെങ്കിൽ തെറ്റി. ബഹ്റൈനിലെ സാധാരണ പ്രവാസിയായ താജുദ്ദീന്റെ സഹോദരന്റെ വിവാഹമാണിത്. ഈ കല്യാണ വീട്ടിൽ ഇത്രയും അറബികൾക്ക് എന്ത് കാര്യം? അതാണ് താജുദ്ദീനും ബഹ്റൈനിലെ അറബികളും തമ്മിലെ സൗഹൃദം. ഇവരെ കൂടാതെ താജുദ്ദീന്റെ വീട്ടിലെ ചടങ്ങുകൾ പൂർണ്ണമാവില്ല. അലിയുമായുള്ള സൗഹൃദം തീർത്തും സാന്ദർഭികമായിട്ട് എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് കണ്ട് അവിടുന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് പിരിഞ്ഞു. അങ്ങനെ വളരെ ചെറുതായിട്ട് തുടങ്ങിയ ബന്ധമാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. എന്നെയും അലിയെയും ആദ്യമൊക്കെ നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യും. അതോടുകൂടെ നമ്മുടെ ഇടപാട് കഴിഞ്ഞു. കൊടുക്കാനുള്ളത് കൊടുക്കും, വാങ്ങാനുള്ളത് വാങ്ങിക്കും, കഴിഞ്ഞു. നമ്മൾ മറ്റൊരു സ്ഥലത്തുനിന്ന് വന്നതാണ്. ഇത് വേറൊരു ദേശക്കാരനാണ്. അപ്പം അലിയോടുള്ള എന്റെ സമീപനം തന്നെ ആദ്യം തന്നെ എനിക്ക് ഇവിടുത്തുകാരോടുള്ള ഒരു ബഹുമാനവും അവരോടുള്ള ഒരു കാഴ്ചപ്പാടും ഭയവും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനത് അവനോടും പെരുമാറിയിരുന്നത്. പിന്നീട് കാലക്രമേണ അലി തന്നെയാണ് അത് മാറ്റിയെടുത്ത് അവരുടെ കൂട്ടത്തിൽ കൂട്ടി ഇവിടുത്തുകാരനായി എന്നെയും കണ്ട് എല്ലാ പരിപാടികളിലും എന്നെയും ഉൾപ്പെടുത്തി. ഇവരുടെ വീട്ടിലെല്ലാ പരിപാടികളിലും എന്റെ വീട്ടിലെ പോലെ തന്നെ എന്നെയും പങ്കെടുപ്പിക്കാറുണ്ട്. താജുവിന്റെ വീട്ടിലെ സന്തോഷത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഈ അറബികൾക്കുമാവില്ല. അത്രയും ശക്തമാണ് ഈ മലയാളി അറബ് സൗഹൃദത്തിന്റെ കഥ. മലയാളിയായ താജുദ്ദീനും ബഹ്റൈൻ സ്വദേശിയായ അലിയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ചങ്ങാത്തമാണ് വലിയൊരു കൂട്ടമായി വളർന്നത്. താജിന്റെ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നവരാണ് അലിയുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. ദിവസങ്ങളോളം കേരളത്തിലെ ഈ ഗ്രാമപ്രദേശത്ത് അവർ താമസിക്കുകയും ചെയ്യും. പല സന്ദർഭങ്ങളിലായിട്ട് ഞാനും അലിയും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വീട്ടിൽ പോവുകയും അവിടെ താമസിക്കുകയും ദിവസങ്ങളോളം അവിടെ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ പല പ്രദേശങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അലിയും അവന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടിൽ തന്നെ ദിവസങ്ങളോളം അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ എവിടെങ്കിലും നമ്മൾ ഹോട്ടലൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കാം. പ്രദേശവാസികൾക്ക് ഈ അറബികൾ പലപ്പോഴും കൗതുക കാഴ്ചയാണ്. താജിന്റെ പിതാവ് SR ഖാന്റെ കൂടി സുഹൃത്തുക്കളാണ് ഈ അറബ് പൌരന്മാർ. ദീർഘകാലം ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിച്ച നാടക കലാകാരൻ കൂടിയാണ് SR ഖാൻ. ഖാനും കുടുംബവും വീട്ടിലെത്തുന്ന അറബ് കുടുംബങ്ങൾക്ക് ഹൃദ്യമായ ആതിഥ്യമൊരുക്കുന്നു. I have a 6 years relation with Taj. I visited Taj home. I have a relation with his family. He have a relation with my family. We are very close friends. We are most of time together, and we are working together, and we are every time enjoy together. ബിസിനസ് രംഗത്തെ മലയാളി അറബ് സൗഹൃദം നമുക്ക് പുതുമയല്ല. ഇവരുടെ അടുപ്പത്തിന് അത്തരം കോർപ്പറേറ്റ് ജാടകളൊന്നുമില്ല. താജുദ്ദീന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും സഹായിക്കാനെത്തുന്ന കറകളഞ്ഞ കൂട്ടുകാർ മാത്രമാണ് ഈ അറബിക്കൂട്ടം. താജുദ്ദീൻ ഇവർക്ക് തിരിച്ചും അങ്ങനെ തന്നെ. ബഹ്റൈനിൽ താജ് നടത്തുന്ന ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനം തന്നെയാണ് അലിയും സുഹൃത്തുക്കളുമായുള്ള സൗഹൃദത്തിന്റെ പ്രധാന സംഗമവേദി. ദേശമോ ഭാഷയോ തടസ്സമാകാതെ
അലിയുടെയും കൂട്ടുകാരുടെയും സൗഹൃദ ചങ്ങലയിൽ പ്രധാന കണ്ണിയായി താജുദ്ദീൻ എന്ന മലയാളി യുവാവുണ്ടാകും. അവർ പോകുന്ന വഴികളിലും കൂടുന്ന ഇടങ്ങളിലുമെല്ലാം താജുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് വിനോദം പങ്കിട്ടും ഇവരുടെ സൗഹൃദം ഹൃദ്യമായ ആത്മബന്ധമായി മാറി. ഈ അറബ് പൌരന്മാരുടെ വീടുകൾ താജിനും സ്വന്തം വീട് പോലെ തന്നെ. My husband like Taj, and we also I like his family and his wife and her daughter. The name for it same my name, Tahira. And I want to go to the Kerala and India. My husband go to the India many times. ഇവരുടെ ചങ്ങാത്തം അറബ് മലയാളി കുടുംബങ്ങൾ തമ്മിലെ ചങ്ങാത്തമായി മാറി. ഈ അറബികൾ ഇനിയും മണിയൂർ കുന്നത്തുകരയിലെത്തും. ഇവർക്ക് വരാതിരിക്കാനാവില്ല. താജുദ്ദീന്റെ നാടും വീടും ഇന്ന് അവരുടേത് കൂടിയാണ്. ഈ വർഷത്തെ ഹജ്ജ് ചടങ്ങുകൾക്ക് പരിസമാപ്തിയായിരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ റബീ മുഹമ്മദ് പകർത്തിയ ദൃശ്യങ്ങളിലൂടെ لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك. من أجبت دعاء نوح فانتصر وحملته في فلكك المشحون يا من أحال النار حول خليله. ഓരോ പുതുമാപ്പും ഉദാരതയുടെ വലിയ പ്രഖ്യാപനമാണ്. അതിനെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് പ്രവാസി സമൂഹത്തിന്റെ മിടുക്ക്. ലുലു വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.